കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ രേണുസുതിക്കെതിരെ കിച്ചു ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കുറേയധികം പേര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമൻസിലൊക്കെ ആ ഒരു സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചുവിനെതിരെ കുറേയധികം പേര് ഇപ്പം മുമ്പോട്ട് വന്നേക്കുവാണ്. അതിൽ മെയിനായിട്ട് ഇവർക്ക് വീടൊക്കെ വെച്ച് നൽകാൻ സ്ഥലം കൊടുത്ത ബിഷപ്പാണെങ്കിലും, അതുപോലെ തന്നെ രേണുസുതിയുടെ ഫ്രണ്ടായിട്ടുള്ള ശാരികയാണെങ്കിലും, പിന്നെ ജാസി ആണെങ്കിലും ഇവരെല്ലാവരും കിച്ചുവിനെതിരെയാണ് ഇപ്പം വീഡിയോയിൽ വന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ ഈ ഒരു ബിഷപ്പിൻ്റെ കാര്യം എടുത്താൽ ബിഷപ്പിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കിച്ചുവിനെതിരെ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് കിച്ചു രേണുവിനെതിരെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. വലിയ മാന്യനായിട്ടൊക്കെ നല്ലവനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. അവനെതിരെ കുറേയധികം കേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇതേണക്ക് രേണുവിന് ഈ സമയത്ത് വയ്യാതിരിക്കുന്ന സമയത്ത് ഇത് രേണുവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കേസായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള രീതിയിലായിരുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശാരിക അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേണക്ക് രേണുവിനെ ഈ ഒരു കിച്ചു ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണൊക്കെ പറഞ്ഞിട്ട് കിച്ചുവിനെതിരെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാസിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്കിപ്പം കിച്ചുവിനോടുള്ള ഇഷ്ടം തന്നെ പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് കിച്ചുവിനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് എടുക്കുകയും പിന്നെ രേണു ഇട്ട ഒരു വീഡിയോയിലും കിച്ചുവിനെതിരെ സംസാരിക്കുന്നുണ്ട്. കിച്ചു, നിനക്കറിയാം നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതൊക്കെ തുറന്ന് പറയണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ രേണുസുതി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം കിച്ചു അതിന് മറുപടിയോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കുറേയധികം ഹേറ്റ് കിച്ചുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കിച്ചുവിന് ഈ ഒരു കിട്ടുന്ന ഹേറ്റ് അർഹിക്കുന്നതാണോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.